അദ്ദേഹം നല്ല വ്യക്തിയാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദൻ, മുൻ മന്ത്രി ശ്രീ എ കെ ബാലൻ, മന്ത്രി ശ്രീ എം പി രാജേഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ശരിവയ്ക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം പ്രകടിപ്പിക്കുകയും ഞങ്ങളത് സർവാത്മന ഞങ്ങളതിനെ പിന്താങ്ങുകയും ചെയ്തു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, വെറുപ്പിന്റെ കടവിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് നമുക്ക് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞ ആള്. അത് തന്നെ ഞങ്ങളും പറയുന്നത്. അല്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞല്ലോ. ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ കൂടിയായിരുന്നു അദ്ദേഹം, അല്ലെ? അപ്പൊ ആ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത് എത്ര വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാഠിന്യമേറിയ വാക്കുകൾ തർക്കത്തിലും അല്ലാത്ത ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറയും. അത് എല്ലാവരും അങ്ങനെയല്ലേ പാർട്ടിക്ക് വേണ്ടി പോണ. അങ്ങനെയാണെങ്കിൽ ഞാൻ പാലക്കാടത്തെ LDF സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊന്ന് ആവർത്തിച്ചെന്ന് പറഞ്ഞേ. അല്ല, ഒന്ന് പറഞ്ഞേ. അതുപോലെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതൊരു തുടക്കമാണ്. BJPയിൽ നടക്കുന്നത് കലാപമാണ്. കാരണം കുറെ അഴിമതിക്കാരുടെ, കള്ളപ്പണക്കാരുടെ, ഹവാല ഇടപാടുകളുടെ എല്ലാവരുടെയും കൂടി ഒരു നേതൃത്വമാണ് കേരളത്തിലെ BJPയിലുള്ളത്. അദ്ദേഹം ഈ BJP സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കേസുകളിൽ സഹായിച്ചപ്പോൾ പകരം കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിയാകേണ്ട BJP സംസ്ഥാന പ്രസിഡന്റ് സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ 12 മാസം കൊണ്ട് പ്രോസിക്യൂഷൻ കൊടുക്കേണ്ട കുറ്റപത്രം 17 മാസം കൊണ്ട് കൊടുത്ത് ഡിസ്ചാർജ് മേടിച്ചു, ഇല്ലേ? കോടതി എന്താ പറഞ്ഞത്? ഒരു ഡിലേ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും പ്രോസിക്യൂഷൻ കൊടുത്തില്ല. അത്രയും ശ്രദ്ധിച്ചു മുഖ്യമന്ത്രി. ഡിലേ കൺട്രോൾ ചെയ്യണം, മാപ്പാക്കണം എന്നൊരു അപേക്ഷ കൊടുത്താൽ സുരേന്ദ്രനെ പ്രതിയാക്കിയാലോ കോടതി എന്ന് വിചാരിച്ച് 2 കേസിലാണ് നന്ദി കാണിച്ചത്. ഭയങ്കര നന്ദിയുള്ള ആളാ കേരളത്തിലെ മുഖ്യമന്ത്രി. പച്ചക്കള്ളം. അതാണ് BJP നേതൃത്വം. ഞങ്ങളൊന്നൊരു ഫോണിൽ പോലും ഇങ്ങനെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന ആളുകളല്ല. ഇതൊക്കെ ഞങ്ങൾ തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുടെ ക്ലാരിറ്റിയാണ്, ഞങ്ങളുടെ സെക്യുലർ സ്റ്റാൻഡാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. ഭൂരിപക്ഷ വർഗീയതയെയോ ന്യൂനപക്ഷ വർഗീയതയെയോ ഞങ്ങൾ താലോലിക്കില്ല. ഒരു തരത്തിലും വോട്ട് കിട്ടാൻ വേണ്ടിയോ ജയിക്കാൻ വേണ്ടിയോ ഒരാളെ സൂചിപ്പിച്ച് അതിന്റെ പുറകെ ഞങ്ങൾ പോവില്ല. ആ സെക്യുലർ പൊസിഷനിങ് ആണ് വളരെ ക്ലിയർ. ഇതൊക്കെ പച്ചക്കള്ളമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് സുരേന്ദ്രൻ പറഞ്ഞല്ലേ? സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. എല്ലാവരും ചോദിക്കും. ഒരാൾ ഞങ്ങൾ ഇതൊക്കെ എത്ര പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറയണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ അങ്ങനെ ചോദിക്കല്ലേ? അല്ലല്ല, നിങ്ങളിത് എന്തും ചോദിക്കാന്നുള്ള ലീവല്ലേ? ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. അതായത് ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ എന്താ പറഞ്ഞത്? എന്തിനാ എല്ലാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നത്? ഇത് ആവർത്തിക്കേണ്ട ആൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 35 ദിവസം CAA കുറിച്ചാണ് പറഞ്ഞത്. അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് കഴിഞ്ഞ് ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ന്യൂനപക്ഷത്തെ ആക്രമിച്ച് ഭൂരിപക്ഷ പ്രീണനമാണ്. ഇങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ നയം മാറ്റുന്ന ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDFനോ ഇല്ല. ശക്തമായ നിലപാടാണ്. പക്ഷേ ഇവിടെ BJP നേതൃത്വം ശ്രമിക്കുന്നത് CPMന്റെ സഹായത്തോടു കൂടി
ഈ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭിന്നിപ്പ്, മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്, അതിന് ഞങ്ങൾ കൂട്ടുചേരില്ല. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അല്ലല്ല, അതല്ലേ, അതൊരു പ്രഖ്യാപനമല്ലേ. വർഗീയതയുടെ ക്യാമ്പ് വിട്ട് മതേതരത്വത്തിന്റെ ക്യാമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നതല്ലേ ഏറ്റവും പ്രധാനം. അതാണ് ഞങ്ങള് സന്ദീപിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.